നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വമ്പൻ കാഴ്ചകളാണ് പ്രവാസികളെ കാത്തിരിക്കുന്നത്. ലോകകപ്പിനായി ഖത്തർ ഒരുക്കി വെച്ചിരിക്കുന്ന അതിശയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ലോകം. ഇപ്പോഴിതാ ചൈനയിൽ നിന്നും എത്തിച്ച വലിയ പാണ്ടകളെ കാണികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഖത്തർ. ആഡംബര എയർ കണ്ടീഷൻഡ് ക്വാർട്ടേഴ്സിൽ താമസമാക്കിയ പാണ്ടകൾക്ക് സുഹൈൽ, സൊരായ എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത് തന്നെ. പാണ്ടകളെ സ്വീകരിക്കുന്ന ആദ്യത്തെ മിഡിൽ ഈസ്റ്റേൺ രാജ്യവുമായി ഇതോടെ ഖത്തർ മാറിയിരിക്കുന്നു. ദോഹയിൽ നിന്ന് 50 കിലോമീറ്റർ വടക്കുള്ള അൽഗോർ പാർക്കിലാണ് ഇവയെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത്. 4 വയസ്സുള്ള ആൺ പാണ്ടയെയും 3 വയസ്സുള്ള പെൺ പാണ്ടയെയുമാണ് എത്തിച്ചിരിക്കുന്നത്. നവംബർ 20 തുടങ്ങുന്ന ലോകകപ്പ് പ്രമാണിച്ച് ചൈനീസ് സർക്കാർ ഖത്തറിനുള്ള സമ്മാനമായിട്ടാണ് പാണ്ടകളെ അയച്ചിരിക്കുന്നത്. ലോകകപ്പിന് യോഗ്യത നേടിയിട്ടില്ലെങ്കിലും ഖത്തറിന്റെ പ്രകൃതിവാതകത്തിന്റെ പ്രധാന ഉപഭോക്താവാണ് ചൈന. അതോടൊപ്പം തന്നെ 130 കിലോഗ്രാം ഭാരമുള്ള സുഹൈലും 70 കിലോഗ്രാം ഭാരമുള്ള സൊരായയും 2 സൂക്ഷിപ്പുകാരോടൊപ്പമാണ് ചൈനയിൽ നിന്നും ദോഹയിലേക്ക് എത്തിയിരിക്കുന്നത്. 21 ദിവസത്തേക്ക് 2 പേരെയും പ്രത്യേക നിരീക്ഷണത്തിൽ സൂക്ഷിക്കുമെന്നാണ് അൽഗോറിന്റെ സുവോളജിക്കൽ ഡയറക്ടർ ടീം ബൗട്ട്സ് വ്യക്തമാക്കിയത്. കൂടാതെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ പാണ്ടകളെ കാണാൻ സന്ദർശകരെ അനുവദിക്കുന്നതാണ്. പുതിയ പാണ്ട ഹൗസ് ലോകോത്തരവും പ്രൗഢഗംഭീരവും സൗകര്യപ്രദവുമാണെന്ന് ഖത്തറിലെ ചൈനയുടെ അംബാസിഡർ ഷൗ ജിയാൻ വ്യക്തമാക്കിയത്. ഈ 2 മനോഹരമായ പാണ്ടകളും ഉടൻ തന്നെ ഖത്തർ ജനതയ്ക്കിടയിലും മിഡിൽ ഈസ്റ്റിലെ സൂപ്പർ താരങ്ങളുടെയും സ്നേഹത്തിന്റെ കേന്ദ്രമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അറബി ലാംഗ്വേജിൽ നക്ഷത്രങ്ങളുടെ പേരാണ് സുഹൈലും സോരായയും. ഗൾഫ് മേഖലയിൽ ദൃശ്യമാകുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് സുഹൈൽ. അതേസമയം പ്ലിയാഡ്സ് നക്ഷത്ര സമൂഹത്തിന്റെ അറബി നാമമാണ് സോരായ. ചൈനയ്ക്കും തായ്വാനിനും പുറത്ത് പാണ്ടകളെ നൽകുന്ന 20ാമത്തെ രാജ്യമാണ് ഖത്തർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള പദ്ധതികളുടെ മുന്നോടിയായിട്ടാണ് ഈ നീക്കമെന്ന വിലയിരുത്തലും ശക്തമാണ്.